അവനത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടിച്ചെന്റെ കണ്ണൂമി പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷം. സുഭാഷിതം. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. For he is not the God of the dead, but of the living, for all live to him. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 38 വാക്യമാണ് വായിച്ചത്. 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു യേശു കർത്താവ്. മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന്റെ മരണത്തോട് തന്നെ മരിക്കുകയാണെന്നും അതുകൊണ്ട് പുനരുത്ഥാനമോ ഭാവി ശിക്ഷയോ പ്രതിഫലമോ ഇല്ല എന്നാണ് ഇവർ പഠിപ്പിച്ചിരുന്നത്. കർത്താവിനോട് എതിർത്ത് നിന്ന് പലപ്പോഴും വാക്കിൽ കൊടുക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ഇവർ. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണെന്ന് യേശു ഉറപ്പിച്ചു പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ കേന്ദ്ര ബിന്ദുവായ പുനരുത്ഥാനത്തിലും നിത്യജീവനിലുമുള്ള വിശ്വാസത്തെ ഈ പ്രസ്താവന സ്ഥിരീകരിക്കുന്നു. ഭൂതകാലത്തിലെയും വർത്തമാനകാലത്തിലെയും എല്ലാ ആളുകളും ദൈവത്തിന് ജീവനോടെ ഉണ്ടെന്നുള്ള ആശയത്തെയും ഇത് ഊന്നി പറയുന്നു. ശരീരമരണത്തിനപ്പുറം ദൈവത്തോടൊപ്പമുള്ള ജീവിതവും ഇത് സൂചിപ്പിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷത ഇത് വെളിപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള ദൈവത്തിൻ്റെ ശക്തിയെയും പരമാധികാരത്തെയുമാണ് ഇത് ഊന്നി പറയുന്നത്. ദൈവത്തിൻ്റെ മണ്ഡലം ഭൗമിക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് മരണാനന്തര ജീവിതത്തിലേക്കും അത് വ്യാപിച്ചു കിടക്കുന്നു. ദൈവത്തിന് ഒരു മനുഷ്യനും മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും മരിക്കുകയുമില്ല. ജീവിച്ചിരിക്കുന്നവരാരാണെന്നും മരിച്ചവരാരാണെന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 37 വാക്യത്തിൽ അബ്രഹാം, ഇസാക്ക്, യാക്കോബിനെ കുറിച്ച് യേശു പരാമർശിക്കുന്നു. അതിൻ്റെ അർത്ഥം ശരീരങ്ങൾ മരിച്ചിട്ടും അവരുടെ ആത്മാക്കൾ നിത്യമായി ജീവിക്കുന്നു. പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 7:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. യോഹന്നാൻ അത് വീണ്ടും എഴുതിയിരിക്കുന്നത് ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ശാരീരിക മരണം നമുക്ക് അനുഭവിച്ചാലും നാം ദൈവത്തോടൊപ്പം നിത്യകാലം ജീവിക്കുന്നു. യേശു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. 1 തിമോഥെയോസ് 5:6 വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ശാരീരികമായിട്ട് ജീവിച്ചിരിക്കുമ്പോഴും പാപത്തിലാണ് അവർ ജീവിച്ചിരിക്കുന്നത് എങ്കിൽ അവർ മരിച്ചവരാകുന്നു. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതാണ് മരണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. റോമർ 8:10 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനിലേക്ക് കടക്കുമ്പോൾ വിശ്വസിക്കാത്തവൻ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്ക് കടക്കുന്നു. ആകയാൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നിത്യജീവനിലേക്ക് കടക്കാം. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ.
God bless you all with these words. പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ.